നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ഗായത്രി സുധാകരൻ. പലരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, എന്താണ് ഈ നോമിനി എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് അറിയാം, പക്ഷെ അറിയാൻ വയ്യാത്തവരുമുണ്ട്. അതായത് ഒരാൾ ഒരു കാശ് ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണെങ്കിലും ഇൻഷുറൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് നോമിനിയെ വെക്കണം, അല്ലെ? അപ്പൊ ഈ ബാങ്കിൽ നിക്ഷേപിക്കും, അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസി ഒക്കെ എടുക്കുമ്പോൾ ഈ നിക്ഷേപിക്കുന്ന ആൾ മരിച്ചുപോയി കഴിയുമ്പോൾ ഈ തുകയുടെ അവകാശി നോമിനിയാണ് ഇതിന്റെ കംപ്ലീറ്റ് ഓണർ എന്നുള്ള ധാരണ ഇപ്പോഴും പലരും വെച്ച് പുലർത്താറുണ്ട്. അങ്ങനെയല്ല. നോമിനി എന്ന് പറയുമ്പോൾ ഒരു ടെമ്പററി കസ്റ്റോഡിയൻ മാത്രമാണ്. അതായത് ഈ നിക്ഷേപിക്കുന്നയാൾ മരിച്ചു പോവുകയാണെങ്കിൽ ആ തുക നിക്ഷേപിക്കുന്നയാളുടെ ലീഗൽ ഹെയറിന് വേണ്ടിയിട്ട് റിസീവ് ചെയ്യാനും ടേക്ക് കെയർ ചെയ്യാനും അത് ഹോൾഡ് ചെയ്യാനും അത് റെസ്പോൺസിബിൾ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും നമ്മൾ വിശ്വസിച്ച ഒരാളെ ബാങ്കിന് നോമിനേറ്റ് ചെയ്യുന്നു. അതാണ് നോമിനി എന്ന് പറയുന്നത്. അവർ ചിലപ്പോൾ നമ്മുടെ ലീഗൽ ഹെയറിലുള്ള ഒരാളായിരിക്കാം, നമ്മുടെ മക്കളിൽ ഒരാളോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പൗസോ പേരന്റോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ അയാളുടെ ലീഗൽ ഹെയർസിന് എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്, അല്ലെങ്കിൽ അയാളുടെ അസറ്റ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അയാൾ വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വിൽപത്രത്തിൽ പറയുന്ന ആൾക്കാണ് പോകുന്നത്. ഇനി വിൽപത്രം എഴുതാതെ ഡൈ ഇൻഡസ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾ ഏത് സക്സഷൻ ലോ ആണോ പിന്തുടരുന്നത് അതനുസരിച്ച് അയാളുടെ ലീഗൽ ഹെയർസിനെ കണ്ടുപിടിച്ച് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ബാങ്കിന് മണി റിസീവ് ചെയ്യാനും ടേക്ക് കെയർ ചെയ്യാനൊക്കെ നമ്മൾ ബാങ്കിന് ഒരാളെ നോമിനേറ്റ് ചെയ്യുന്നു. അതാണ് നോമിനി എന്ന് പറയുന്നത്. അല്ലാതെ നോമിനിക്ക് ഈ അസറ്റിൽ പൂർണ്ണമായ അവകാശം ഇല്ല, പൂർണ്ണമായ ഭാഗികമായുള്ള അവകാശമില്ല. ഈ ഒരു അവകാശം മാത്രമേ ഉള്ളൂ. ഇനി അയാൾ നമ്മുടെ ലീഗൽ ഹെയറിൽ പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ബെനിഫിഷ്യൽ നോമിനി അയാളാണ്, ഇതിന്റെ ബെനിഫിഷ്യറി പൂർണ്ണമായിട്ടും അയാളാണ്. നമ്മൾ ചില ഇൻഷുറൻസിൽ നമ്മൾ അങ്ങനെ ബെനിഫിഷ്യൽ നോമിനിയെ വെക്കാറുണ്ട്. അങ്ങനെയാണ് പറയുന്നതുകൊണ്ട് തീർച്ചയായും കിട്ടും. ഇനി ഒരുപാട് ക്രോഴ്സ് ആൻഡ് ക്രോഴ്സ് ഓഫ് ഡിപ്പോസിറ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മരിച്ചു പോകുന്നത്, അയാളുടെ നോമിനി ഇത് വിഡ്രോ ചെയ്യുമ്പോൾ പല ബാങ്ക്സും ലീഗൽ ഹെയർസിന്റെ കൺസെന്റ് വരെ ചോദിക്കാറുണ്ട്. സോ നോമിനി ഈസ് ജസ്റ്റ് എ പേഴ്സൺ ചോസൻ ടു റിസീവ് ഓൾ ദി അസറ്റ്സ് ഓൺ ബിഹാഫ് ഓഫ് ദി ലീഗൽ ഹെയർസ് ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ദി ഓണർ. അത്ര മാത്രമേ ഉള്ളൂ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.